പാർട്ടി വിട്ട മുതിർന്ന നേതാവ് ടി.കെ. ഗോവിന്ദന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കണ്ണൂർ മലപ്പട്ടത്ത് സിപിഎമ്മിന്റെ വിശദീകരണ യോഗം ആരംഭിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന വലിയ ശക്തിപ്രകടനം നടക്കുന്നു. ഇപ്പോൾ മലപ്പട്ടത്ത് എത്രത്തോളം വലിയ ജനപങ്കാളിത്തമുണ്ട് ഈ വിശദീകരണ യോഗത്തിൽ? എന്താണ് സിപിഐഎം പറയുന്നത്? അതില്ല, മലപ്പട്ടം സിപിഐഎമ്മിന്റെ കണ്ണൂരിലെ തന്നെ ശക്തി ദുർഗമാണ്. അവിടെയാണ് ഈ ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായി വളർന്നു വന്നതും. അവിടെ ഇപ്പോൾ സിപിഐഎം ഒരു വിശദീകരണ യോഗം നടത്തുന്നത് ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയെ വെല്ലുവിളിച്ച് പാർട്ടിക്ക് പുറത്തു പോയതോടെയാണ്. വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഈ വിശദീകരണ യോഗത്തിൽ ഉടനീളം പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ വലിയൊരു പ്രതിഷേധ പ്രകടനം മലപ്പട്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നിരുന്നു. അതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞിരുന്നത് പാർട്ടിയിലെ ഒരുപാട് ആളുകൾ തനിക്കൊപ്പം ഉണ്ടാകും, തനിക്ക് മനസ്സുകൊണ്ട് പിന്തുണ നൽകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. നേരത്തെ ഈ പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ LDFന്റെ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നപ്പോഴും ഭൂരിഭാഗം ആളുകളും അതിൽ പ്രതിഷേധിച്ചു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നാൽ ഇന്ന് CPM ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ നുണയാണെന്നാണ് തിരിച്ചു പറഞ്ഞത്. എന്തായാലും ഇന്ന് ഈ നടക്കുന്ന വിശദീകരണ യോഗത്തിൽ മലപ്പട്ടത്തെ ജനങ്ങളോട് പാർട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം ടി.കെ. ഗോവിന്ദൻ തുടക്കം മുതൽ പറഞ്ഞത് നാട്ടിലെ, അതായത് തളിപ്പറമ്പിലെ ജനങ്ങൾ പി.കെ. ശ്യാമളയെ തള്ളും, താൻ സ്വതന്ത്രനായി മത്സരിക്കും, അവിടെ നിന്ന് ജയിക്കും എന്നാണ് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞതിന് ശേഷം രാവിലെ നമ്മളോടും സംസാരിച്ചതും അതായിരുന്നു. എന്തായാലും പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ടി.കെ. ഗോവിന്ദന്റെ നാട്ടിൽ ഈ മലപ്പട്ടത്ത് എന്താണ് വിശദീകരിക്കാനുള്ളത്, പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ടല്ല, അവർ അർഹതയായതുകൊണ്ടാണ് അവർക്ക് ആ സ്ഥാനാർത്ഥിത്വം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും വിശദീകരിച്ചത്. കാര്യങ്ങളായിരിക്കും ഇന്നും ജനങ്ങൾക്ക് മുമ്പിൽ, പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ, ബഹുജനങ്ങൾക്ക് മുന്നിൽ പാർട്ടി വിശദീകരിക്കുക. ആ വിശദീകരണ യോഗം തുടങ്ങിയിട്ടുണ്ട്. വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഈ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.